സംസ്ഥാന ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ പ്രത്യേക പരാമർശം നേടിയ ചെമ്പൈ എന്ന ഡോക്യുമെൻ്ററി. അതിൻ്റെ സംവിധായക സൗമ്യയാണ് കൂടെയുള്ളത്. സൗമ്യ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എന്ത് തോന്നി? പ്രത്യേകിച്ച് ചെമ്പൈ എന്ന ഡോക്യുമെൻ്ററിക്ക് അവാർഡ് കിട്ടി. ഭയങ്കര ഹാപ്പിയാണല്ലേ? ഹാപ്പിയാണ്. അതിലും കൂടുതൽ എൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത്, ഞാനൊരു ചില കാൽക്കുലേഷൻ്റെ പുറത്തായിരുന്നു ഈ ഡോക്യുമെൻ്ററിൻ്റെ ഒരു ഇൻറ്റൻറ്റ്. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനിൽ എത്തിപ്പറ്റാൻ പ്രോബ്ലി അടുത്തൊരു സ്റ്റെപ്പായി എന്നുള്ളൊരു ഹാപ്പിനെസ്. അപ്പോൾ നമുക്ക് ആ ചെമ്പൈ കുറിച്ചും ആ ഡോക്യുമെൻ്ററിയെക്കുറിച്ചും കൂടി ഒന്നും അറിയണം. കാരണം ആളുകൾ കണ്ടിട്ടില്ല. അപ്പം എന്തായിരുന്നു ഡോക്യുമെൻ്ററി എന്ന് കൂടി അറിയാനുള്ളൊരാഗ്രഹമുണ്ട്. ഡെഫിനറ്റ്ലി. ഞാൻ യേശുദാസിൻ്റെ വലിയ ഫാനാണ്. ദാസ് സാറിൻ്റെ ഏതെങ്കിലും ഒരു കച്ചേരി ഒരു അമ്പലപ്പുറം ആംബിയൻസിൽ ശരിക്കും നിലത്ത് സാധാരണക്കാരുടെ കൂടെ ഇരുന്ന് വിയർത്ത് പാട്ടിൻ്റെ ഓളം പിടിച്ച്, എനിക്ക് സംഗീതത്തെ പറ്റിയൊന്നും അറിയില്ല, പക്ഷേ എനിക്കിതെല്ലാം കാഴ്ചയാണ്. ഇറ്റ്സ് ഓൾ ലേണിങ്. അപ്പോൾ അങ്ങനെ പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ദാസ് സാറിൻ്റെ കച്ചേരി പിടിക്കാനായിട്ട് ഞാൻ ചെമ്പൈ പോയി. എന്നൊന്നും അറിയില്ല. അപ്പോൾ 4 ദിവസം പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞു. അത്രേ അറിയൂ. പേപ്പർ കട്ടിങ് ന്യൂസ് വെച്ചിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ 4ാമത്തെ ദിവസമേ ദാസ് സാറ് പാടുന്നുള്ളൂ. അപ്പോൾ ആ 3-4 ദിവസം അവിടെയൊക്കെ തന്നെ ഗ്രാമത്തിലെ പല ആളുകളുടെ വീടുകളിലൊക്കെ കിടന്നു ഞാൻ പല ആളുകളുടെ പല ലെജൻസിൻ്റെ കച്ചേരികൾ കൂടി. അപ്പോൾ ഇവരാരും അവിടെ പൈസയ്ക്കായിട്ടല്ല പാടാൻ വരുന്നത്. അവർ ചെമ്പൈ എന്ന് പറഞ്ഞ ഗുരുവിനോടുള്ള ഒരു താങ്ക്സ് അറിയിക്കാനാണ് അവർ അവിടെ വന്ന് പാടുന്നത്. അതിപ്പോൾ വാദ്യോപകരണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും അവിടെ വരുന്നത് അവരുടെ ഫോർ എ ഇയർ ബ്ലെസ്സിങ്സ് നേടാനായിട്ടാണ് അവിടെ വരുന്നത്. ഐ ഫെൽറ്റ് വെരി ഓവർവെൽംഡ്. ഇവർക്കൊക്കെ വേണ്ടിയിട്ട്, ഇവരുടെയൊക്കെ ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് വലിയ വലിയ കച്ചേരി സ്ഥലത്തു നിന്ന് ക്യൂ നിൽക്കുന്ന ആളുകൾ ഇവിടെ ഈ ദിവസങ്ങൾ കണ്ടെത്തി അറിഞ്ഞു വന്ന് പാടുന്നു. അതും ഒരു പ്രോഫിറ്റും ഒരു പ്രാർത്ഥിക്കുകയാണ്, ഗുരുവെ ഈശ്വര അനുഗ്രഹിക്കണം എന്നുള്ളൊരു. ഐ വാസ് ടോട്ടലി ഫ്ലോഡ്, ഓവർവെൽംഡ്. സംഗീതം ആസ്വദിക്കാനേ അറിയൂ. അപ്പോൾ ഞാൻ നല്ലതുപോലെ ആ 4-5 ദിവസം കർണാടക സംഗീതത്തിൽ ഒന്നാന്തരമായിട്ട് ട്രിപ്പ് ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അവസാന ദിവസം ദാസ് സാറിൻ്റെ കച്ചേരി, ജയവിജയ ബ്രദേഴ്സിലെ ജയൻ സാറിൻ്റെ കച്ചേരിയോട് ഗംഭീര 4-4.5 മണിക്കൂർ കച്ചേരിയോടുകൂടി പരിപാടി തീർന്നപ്പം ഞാൻ മൊത്തത്തിൽ വേറൊരു പ്ലാറ്റോണിക് ലെവലിലെത്തി. ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇവരെയൊക്കെ ഇത്ര ആവേശം വർഷങ്ങൾ, ചെമ്പൈ ഭാഗവതർ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങളായി. 74-ലായിരുന്നു അദ്ദേഹം മരിച്ചത്. അതിന് കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇത്രയധികം ആളുകൾ ഇത്രയും ഇൻസ്പയർഡ് ആവണമെങ്കിൽ, ഈ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും ഒക്കെ ഇതിൽ ഇത്ര അർത്ഥം കാണണമെങ്കിൽ, പ്രോബ്ലി the kind of inspiration that man gave them, this can go on generationsനിപ്പോൾ. ആൻഡ് I felt ഈ കച്ചേരി, ഈ ഒരു ഫെസ്റ്റിവൽ ഗവൺമെൻറ്, അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും അത് അവർ ഏറ്റെടുത്തിട്ട് ത്യാഗരാജോത്സവമൊക്കെ പോലെ വലിയ തോതിൽ ഗംഭീരമായിട്ട് നടത്തുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നേടും. ഒന്ന്, കർണാടക സംഗീതത്തിൻ്റെ അങ്ങനെ ഒരു ശാഖയ്ക്ക് ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കും. 2, നമുക്ക് ആ പേരും പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ടൂറിസം പ്ലാൻ സ്കെച്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഇൻറ്റൻഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എൻ്റെ ഇൻറ്റൻറ്റ്, ആ ചെമ്പൈ ഭാഗവതർ എന്താഗ്രഹിച്ചോ അത് നടന്നു പോകും. ഈ ഇങ്ങനൊരു ഡോക്യുമെൻ്ററി ചെയ്യാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു കൺസേൺ ആയിരുന്നോ ഉള്ളിലുണ്ടായിരുന്നത്? ആ ചെമ്പൈ സംഗീതോത്സവത്തിന് ഇത്തരത്തിലൊരു അംഗീകാരം കിട്ടണം എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു അതിൻ്റെ ഒരു തുടക്കം? ഞാനവിടെ ആ 4 ദിവസം നിന്നപ്പോൾ സംഗീതം എന്നെ എനിക്ക് എന്തുമാത്രം ആനന്ദം തന്നോ, എന്തുമാത്രം പ്ലഷർ തന്നോ, അതുപോലെ തന്നെ എൻ്റെ മനസ്സിനെ അലട്ടിയ ഒരു വിഷയമായിരുന്നു അവിടുത്തെ ഒരു ലാക്ക് ഓഫ് ഫണ്ടിങ്. ഇപ്പോൾ ഈ ദാസർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് അവരുടെ പോക്കറ്റിൽ നിന്ന് ഇടുന്ന ഒരു എമൗണ്ടിൻ്റെ പുറത്താണ് ഇത് നടന്നു പോകുന്നതെന്നുള്ളൊരു ഐഡിയ. ഓർ പ്രോബ്ലി ഐ മൈറ്റ് ബി റോങ്. പക്ഷേ ഐ ഫെൽറ്റ് ഇതിൻ്റെ ഒരു വലിപ്പം അത് കുറേ കൂടെ വലുതാവാം, കുറേ കൂടെ ഗംഭീരമാവാം. മലയാള മണ്ണ് ഇതിൽ പ്രൗഡായിരിക്കണം. ഈ ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ ഗുരുവായൂർ സംഗീതോത്സവം എന്ന് പറയുന്ന പോലെ ചെമ്പൈ സംഗീതോത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് സംഗീതത്തിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരു ടോം, ഡിക്ക് ആൻഡ് ഹാരി ഹാസ് ടു ഫ്ലോക്ക് അറൗണ്ട് ടു ദാറ്റ് ഏരിയ, നോട്ട് ജസ്റ്റ് മലയാളീസ്. ത്യാഗരാജോത്സവം നടക്കുമ്പോൾ നമ്മളൊരു കൗതുകത്തിൻ്റെ പുറത്ത് അവിടെ പോകുന്ന പോലെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ആളുകൾ വരണം. ഇറ്റ് ക്യാൻ ബി ദാറ്റ് ബിഗ്. അത് ഇങ്ങനെ ചുരുങ്ങി പോകുന്നതിന്
എനിക്കൊരു കൺസേൺ ഉണ്ട്. ആൻഡ് എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ഇനിയും ഓരോ വർഷം കടക്കുന്നതോറും അത് വീണ്ടും ചുരുങ്ങി പോകുമെന്നുള്ളതാണ്. അത് സംഭവിക്കരുത്, അതൊരിക്കലും സംഭവിക്കരുത്. ദിസ് ഹാസ് ടു ഗ്രോ ആൻഡ് ദിസ് ഹാസ് ടു റീച്ച് പീപ്പിൾ, ദിസ് ഹാസ് ടു ടച്ച് ഹാർട്ട്സ്. ഒരു എന്തെന്നില്ലാത്ത നന്മയാണ് ഇതിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും സ്വാമി കുറേ നാളായിട്ട് സിനിമയിലും ഡോക്യുമെൻ്ററിയിലും ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വർക്കുകൾ എങ്ങനെയൊക്കെയായിരുന്നു? അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഡോക്യുമെൻ്ററി തന്നെയായിരുന്നു ഈ ചെമ്പൈ എന്ന് പറയണതും? ഇല്ല, ഇത് തീരെ പ്ലാൻഡ് അല്ലായിരുന്നു. ഞാൻ അവിടെ പോകുമ്പം എൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ വർക്കിൽ നിന്ന് ബ്രേക്ക് എടുത്താണ് ഞാൻ ഈ പരിപാടി പിടിക്കാൻ പോയത്. അവിടെ ചെന്നപ്പം 2015 ഞാനിത് അറ്റൻഡ് ചെയ്യുമ്പം 100ാമത്തെ സംഗീതോത്സവമാണ്. ഒരാളുടെ വിഷൻ അത് 100 വർഷം പിന്നിടുന്നു. അതിനെ ഇത്ര അധികം ആളുകൾ അംഗീകരിക്കുന്നു, ആഘോഷിക്കുന്നു. അത് എന്ത് വിഷനാണ് അയാൾ കണ്ടത്, അദ്ദേഹം കണ്ടത്. ഇത് 100 വർഷത്തിൽ ചുരുങ്ങണോ? 200 വർഷവും 400 വർഷവും 500 വർഷവും. ഭൂമി ഉള്ളിടത്തോളം കാലം, മനുഷ്യരുള്ളിടത്തോളം കാലം, സംഗീതം ഉള്ളിടത്തോളം കാലം അതങ്ങനെ പോകണം.